Hi friends, welcome to my channel. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണേ. ക്ലാസ്സിലോട്ട് പോയാലോ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ടു ജനാസു തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കാണ് ദേവപ്രയാഗ് ടു ജനാസു തുരങ്കം. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096. ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവ് സമർ അബു എലൂഫ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവ് സമർ അബു എലൂഫ്. 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ. 2025 മെയ്യിൽ അന്തരിച്ച സാക്ഷരതാ സാമൂഹിക ക്ഷേമ പ്രവർത്തകയാണ് കെ വി റാബിയ. സാക്ഷരതാ സാമൂഹിക ക്ഷേമ പ്രവർത്തകയുടെ പേരാണ് കെ വി റാബിയ. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിത സഫ്രിന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയാണ് സഫ്രിന ലത്തീഫ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള 2025 വേദി കൊട്ടാരക്കരയാണ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള 2025 വേദിയാണ് കൊട്ടാരക്കര. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതിയാണ് സിയാൽ 2.0. എന്താണ് സിയാൽ 2.0? കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതിയാണ്. 2025 മെയ്യിൽ നടത്തിയ വാർഡ് വിഭജനത്തിലൂടെ കേരളത്തിൽ പുതുതായി എത്ര വാർഡുകളാണ് കൂട്ടിച്ചേർത്തത്? 1375. 1375 വാർഡുകളാണ് പുതിയ വാർഡ് വിഭജനത്തിലൂടെ കേരളത്തിലെ കൂട്ടിച്ചേർത്തത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ എ ഷാജഹാൻ. ആരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ? എ ഷാജഹാൻ. അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് വടകര, ചിറയിൻകീഴ്. ഏതൊക്കെയാണ്? വടകര, ചിറയിൻകീഴ്. കേരളത്തിൽ CBI അന്വേഷിക്കുന്ന ആദ്യത്തെ സൈബർ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിൽ CBI അന്വേഷിക്കുന്ന ആദ്യ സൈബർ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂൽ സ്റ്റേഷൻ നിലവിൽ വന്നത് നെടുമ്പാശ്ശേരി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂൽ സ്റ്റേഷൻ നിലവിൽ വന്നത് നെടുമ്പാശ്ശേരിയിലാണ്. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിന്റെ പേരാണ് കിക്ക് ഡ്രഗ്സ്. എന്താണ് പേര്? കിക്ക് ഡ്രഗ്സ് എന്നാണ് ക്യാമ്പയിന്റെ പേര്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. 2025 മെയ് മാസത്തിൽ കൊച്ചിയിൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ, ആ കപ്പലിന്റെ പേരാണ് MSC എൽസ 3. MSC എൽസ 3. രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലെ കടമക്കുടിയിലാണ്. രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലെ കടമക്കുടിയിൽ. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. MK സാനുവിന്റെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണയായി ജീവിച്ച പുണ്യവതി. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണയായി ജീവിച്ച പുണ്യവതി MK സാനുവിന്റെ പുതിയ ബുക്കാണ്. പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചതാരാണ്? S ഹരീഷ്. ഹരീഷിന്റെ നോവലാണ് പട്ടുനൂൽ പുഴു.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിൽപ്പെട്ടവർക്കായി കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിൽപ്പെട്ടവർക്കായി കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ. എന്താ പദ്ധതിയുടെ പേര്? ലക്ഷ്യ. മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്കിന് തറക്കല്ലിട്ടത് ഛത്തീസ്ഗഡിലെ റായ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്കിന് തറക്കല്ലിട്ടത് ഛത്തീസ്ഗഡിലെ റായ്പൂരാണ്. 2025 മെയ്യിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ നിന്നുള്ള ഹോണററി റാങ്ക് ഓഫ് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര. എന്ത് പദവിയാണ് ലഭിച്ചത്? ഹോണററി റാങ്ക് ഓഫ് ലഫ്റ്റനന്റ് കേണൽ പദവി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര. ഇന്ത്യൻ ആണവോർജ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MR ശ്രീനിവാസനാണ്. ഇന്ത്യൻ ആണവോർജ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MR ശ്രീനിവാസൻ. ഇന്ത്യയിലെ ആദ്യ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച നഗരമാണ് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച നഗരമാണ് ഇൻഡോർ. ഇന്ത്യൻ നാവികസേനയുടെ തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയുള്ള സമുദ്രയാത്ര നടത്തിയ ഇന്ത്യക്കാര് 2 പേരാണ്. എ രൂപ തമിഴ്നാട് സ്വദേശിയാണ്. അതുപോലെ കെ ദിൽന കേരളമാണ്, നമ്മുടെ മലയാളിയാണ് അല്ലെ. അപ്പൊ ആരൊക്കെയാണ് 2 പേരും? എ രൂപ തമിഴ്നാട്, കെ ദിൽന മലയാളി. ഇന്ത്യൻ നാവികസേനയുടെ തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയുള്ള സമുദ്രയാത്ര നടത്തിയ ഇന്ത്യക്കാരാണ് എ രൂപ, കെ ദിൽന. എ രൂപ തമിഴ്നാട് സ്വദേശിയാണ്, കെ ദിൽന മലയാളിയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആണ്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനാണ് അലോക് ജോഷി. മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കങ്കർ. മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കങ്കർ. അടുത്തിടെ ബക്ര അണക്കെട്ടിൽ നിന്നും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. ബക്ര അണക്കെട്ടിൽ നിന്നും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന തീയതി 2025 മെയ് 7. എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്? 2025 മെയ് 7-നാണ്. ഈ ഒരു ദൗത്യത്തിന് പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്, 2-ാം സ്ഥാനം നോർവേ. 1-ാം സ്ഥാനം ഐസ്ലാൻഡിനും 2-ാം സ്ഥാനം നോർവേക്കുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6-നാണ്. ചെനാബ് പാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6-നാണ്. ജമ്മു കാശ്മീരിലെ റയാസി ജില്ലയിലെ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ റയാസി ജില്ലയിലെ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയൻ പർവ്വതനിരയാണ്. ഓക്കെ ആണല്ലോ. ഈ പാലത്തിന്റെ ഉയരം 359 മീറ്റർ ആണ്. 359 മീറ്ററും
നീളം 1315 മീറ്ററുമാണ്. നീളം 1315 മീറ്ററുമാണ്. ഈ പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. ഉദ്ഘാടന സമയത്തെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉദ്ഘാടന സമയത്തെ റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. ആദ്യമായി ആരംഭിച്ച സർവീസ്, ഈ പാലത്തിലൂടെ ആദ്യമായി ആരംഭിച്ച സർവീസ് ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ആദ്യമായി ആരംഭിച്ച സർവീസ്. ഉധംപൂർ ശ്രീനഗർ ബരമുള്ള റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബരമുള്ള റെയിൽവേ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ഉയരം 359 മീറ്റർ, നീളം 1315 മീറ്റർ. ഉയരം 359 മീറ്റർ, നീളം 1315 മീറ്റർ. നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. ഈ പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. ഉദ്ഘാടന സമയത്തെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ്. ഈ പാലത്തിലൂടെ ആദ്യമായി ആരംഭിച്ച സർവീസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ഉധംപൂർ ശ്രീനഗർ ബരമുള്ള റെയിൽവേ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബരമുള്ള റെയിൽവേ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് അഹമ്മദാബാദ് വിമാന അപകടമാണ്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമാണ് അഹമ്മദാബാദ് വിമാന അപകടം. ഈ അപകടം നടന്നത് 2025 ജൂൺ 12-നാണ്. 2025 ജൂൺ 12-ന് ക്യാപ്റ്റൻ സുമിത് സബർവാൾ. ക്യാപ്റ്റൻ ആരാണ്? സുമിത് സബർവാൾ. അതുപോലെ സഹ പൈലറ്റ് ക്ലൈവ് കുന്ദർ. സഹ പൈലറ്റ് ആണ് ക്ലൈവ് കുന്ദർ. വിമാനം തകർന്നു വീണ സ്ഥലം BJ മെഡിക്കൽ കോളേജ്, അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലാണ് ഈ വിമാനം തകർന്നു വീണത്. ഈ യാത്രികരിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് വിശ്വാസ് കുമാർ രമേശ്. എന്താണ് വ്യക്തിയുടെ പേര്? വിശ്വാസ് കുമാർ രമേശ്. അടുത്തത് വേദികളാണ്. G20 ഉച്ചകോടി വേദി. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. 2026 കാനഡ. G7 ഉച്ചകോടി വേദി 2025 കാനാനസ്കീസ്, കാനഡ. അടുത്തത് ബുക്ക് ക്യാപിറ്റൽസ് ആണ്. 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. G20 ഉച്ചകോടി വേദി 2025 ദക്ഷിണാഫ്രിക്ക, 2026 കാനഡ. G7 ഉച്ചകോടി വേദി 2025 കാനാനസ്കീസ്, കാനഡ. ബുക്ക് ക്യാപിറ്റൽസ് 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.